അന്താരാഷ്ട്ര അംഗീകാരം ലഭിച്ച ഉർവി ഫൗണ്ടേഷനെ ആദരിച്ച് കോ എർത്ത് സംഘടന. ഉർവി ഫൗണ്ടേഷന്റെ സ്റ്റോൺ ഫ്രീ മൂവ്മെന്റ് എന്ന പദ്ധതിയാണ് ശ്രദ്ധയാകർഷിക്കുന്നത്. ഖത്തർ ഫൗണ്ടേഷന് കീഴിൽ പ്രവർത്തിക്കുന്ന എർത്ന സെന്റർ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചർ ഏർപ്പെടുത്തിയ അംഗീകാരത്തിൽ 12 ഫൈനലിസ്റ്റുകളിൽ ഒന്നായാണ് ഇവർ തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. 104 രാജ്യങ്ങളിൽ നിന്ന് ലഭിച്ച 410 പ്രൊജക്ടുകളിൽ നിന്നാണ് എർത്ന പ്രൈസിനായി 12 പേരെ തെരഞ്ഞെടുത്തത്. അമിതമായ ക്വാറികളും അശാസ്ത്രീയ നിർമ്മാണ രീതികളും മൂലം കേരളത്തിന്റെ പരിസ്ഥിതിയിലും കാലാവസ്ഥയിലും വലിയ പ്രത്യാഘാതങ്ങളുണ്ടാകും. ഇതിനെതിരായ പദ്ധതിയാണ് ഉർവി ഫൗണ്ടേഷന്റെ സ്റ്റോൺ ഫ്രീ മൂവ്മെന്റ്. ഈ പദ്ധതിയിലൂടെ എർത്ന പ്രൈസിന്റെ 12 ഫൈനലിസ്റ്റുകളിൽ ഇടം നേടിയ ഉർവി ഫൗണ്ടേഷനെ ആദരിക്കാൻ ഒത്തുകൂടുകയായിരുന്നു കോ എർത്ത് സംഘടനയുടെ അംഗങ്ങൾ. പ്രകൃതിക്ക് പ്രാധാന്യം നൽകി സുസ്ഥിരമായ നിർമ്മാണങ്ങൾ നടത്തുന്ന ആർക്കിടെക്റ്റുകളുടെയും എഞ്ചിനീയർമാരുടെയും കൂട്ടായ്മയാണ് കോ എർത്ത്. ഉർവി ഫൗണ്ടേഷൻ സ്ഥാപകനും ആർക്കിടെക്റ്റുമായ ഹസൻ നസീഫ്, എഞ്ചിനീയർമാരായ മുഹമ്മദ് യാസിർ, നജീബ് നാസർ എന്നിവരെയാണ് ആദരിച്ചത്. കോ എർത്തിന്റെ ലീഡ് ഡയറക്ടർ റഷാദം, ജനറൽ സെക്രട്ടറി മുഹമ്മദ് സയ്യാഫ് എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആർക്കിടെക്റ്റിന്റെ സംസ്ഥാന ചെയർമാൻ വിനോദ് സിറിയാക്, ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് എഞ്ചിനീയർ കോഴിക്കോട് ചെയർമാൻ ഡോക്ടർ പി ഗിരീശൻ എന്നിവരും മുഖ്യാതിഥികളായി. നമ്മളെ ഒരുമിച്ച് നിർത്തുന്നത് സസ്റ്റൈനബിലിറ്റി അല്ലെങ്കിൽ സസ്റ്റൈനബിൾ കൺസ്ട്രക്ഷൻ മേഖലയിലുള്ള താല്പര്യമാണ്. അത്തരം മേഖലയിൽ താല്പര്യമുള്ള ആളുകൾ കൂടുതൽ നമ്മളുമായിട്ട് ബന്ധപ്പെടും. ആ മേഖലയിൽ അവർക്ക് റിസർച്ച് നടത്തുന്നതും അതേപോലെ തന്നെ വർക്ക്ഷോപ്സ് കണ്ടക്ട് ചെയ്യുന്നതിനും ട്രെയിനിങ്സിനൊക്കെ നമുക്ക് നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് കോർത്ത് ഉയർന്നു വരുന്നുണ്ട്. തങ്ങളുടെ ആശയം എല്ലാവരിലും എത്തുന്നത് വലിയ സന്തോഷമാണെന്ന് ഉർവി ഫൗണ്ടേഷൻ സ്ഥാപകനും ചെയർമാനുമായ ആർക്കിടെക്ട് ഹസൻ നസീഫ് പറഞ്ഞു. കേരളത്തിലുള്ള ഓരോ മനുഷ്യക്കുഞ്ഞും ഈ സാധനം ഏറ്റെടുക്കേണ്ടത് അനിവാര്യമാണ്. സ്വാഭാവികമായിട്ട് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി മാത്രമല്ല, നോർമൽ ഒരു വീട് വയ്ക്കുന്ന ഒരു മനുഷ്യനുൾപ്പെടെ ഒരു ബിസിനസ്സുകാരനുൾപ്പെടെ എല്ലാവരും തന്നെ ഈ മേഖലയിൽ ഇറങ്ങിത്തിരിക്കണമെന്നുള്ള ഒരു മെസ്സേജ് കൂടിയാണ് ഇന്നത്തെ ഈ പ്രോഗ്രാം എനിക്ക് മനസ്സിലാകുന്നത്. ജനങ്ങളിൽ അവബോധം ഉയർത്തുന്നതിനൊപ്പം വിദ്യാർത്ഥികളെ സുസ്ഥിര വികസന മാതൃകകളിൽ പരിശീലിപ്പിക്കുന്ന നടപടികളും ഉർവി ഫൗണ്ടേഷൻ ചെയ്യുന്നുണ്ട്. മീഡിയ 1 കോഴിക്കോട്.